ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും മീരാസ് ട്രിപ്പിൾ വൺ ടാരോട്ട് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇപ്പോൾ എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത്, എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, അതുപോലെ തന്നെ നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ നിങ്ങളുടെ പേഴ്സന്റെ ഇന്റൻഷൻ എന്താണ്. ഓക്കെ, അപ്പോൾ ആദ്യമേ തന്നെ പറയട്ടെ, ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ റെസനേറ്റ് ആകണമെന്നില്ല. ഞാനിതിൽ പറയുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് പോസിറ്റീവ് ആണെന്ന് തോന്നുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾക്ക് കണക്ട് ചെയ്ത് അട്രാക്ട് ചെയ്യാവുന്നതാണ്. അതൊരു ഗൈഡൻസ് ആയിട്ട് എടുത്ത് നിങ്ങൾക്ക് മുന്നോട്ട് പോകാവുന്നതാണ്. അതുപോലെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് റീഡിംഗ് ആണ്. നിങ്ങൾ എപ്പോഴാണോ ഈ വീഡിയോ കാണുന്നത് അപ്പോൾ മുതൽ നിങ്ങൾക്കിത് റെസനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. നിങ്ങൾക്ക് വ്യക്തിപരമായ കാര്യങ്ങൾ കൂടുതലായിട്ട് അറിയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ടാരോട്ട് റീഡറിൽ നിന്നും നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് എടുക്കാവുന്നതാണ്. എന്റെ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിലും റെസനേറ്റ് ആകുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ എൻ്റെ അടുത്ത് നിന്ന് റീഡിംഗ് എടുക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഞാൻ എൻ്റെ വാട്സപ്പ് നമ്പർ ഇതിൽ ആഡ് ചെയ്യുന്നതാണ്. അതുപോലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്. നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. പേഴ്സണൽ റീഡിങ്ങിന്റെ ഡീറ്റെയിൽസ് അതിൽ പറയുന്നതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന സമയത്ത് പൂർണ്ണമായും ഒരു പീസ്ഫുൾ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറിൽ ഇരുന്ന് വീഡിയോ പൂർണ്ണമായും തന്നെ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അങ്ങനെ ചെയ്യുമ്പോഴാണ് നിങ്ങളിലേക്ക് ഇതിലെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ കൂടുതലായിട്ട് അട്രാക്ട് ചെയ്യപ്പെടുന്നത്. ഈ ഒരു വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങളുടെ പേഴ്സന്റെ നെയിം നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് മനസ്സിലേക്ക് കൊണ്ടുവരിക. അവരുടെ ഫേസ് ഓർത്തുകൊണ്ടേയിരിക്കുക. നിങ്ങളും ആ ഒരു പേഴ്സണുമായി സ്പെൻഡ് ചെയ്ത നല്ല നല്ല മൊമെന്റ്സ് അതെല്ലാം നിങ്ങൾ മനസ്സിലേക്ക് ഓർത്തുകൊണ്ടേയിരിക്കുക. വളരെയധികം പോസിറ്റീവ് ആയിട്ട് തിങ്ക് ചെയ്യുക. എൻ്റെ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, അതുപോലെ ഒന്ന് ലൈക്ക് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. എയ്റ്റ് ഓഫ് സോഴ്സിന്റെ എനർജിയാണ് നമുക്ക് ആദ്യമേ തന്നെ ഇവിടെ വന്നിരിക്കുന്നത്. ഈ ഒരു ടൈമിൽ നിങ്ങളുടെ വ്യക്തിയെക്കുറിച്ച് പറയുകയാണെങ്കിലും നിങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിലും നിങ്ങൾ രണ്ടുപേരും വളരെയധികം ഹാർഡസ്റ്റ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ ഫേസ് ചെയ്യുന്നവരാണ്. നിങ്ങൾ വളരെ വേദനിപ്പിക്കുന്ന ഒരു സമയത്തിലൂടെയാണ് ഈ ഒരു സമയത്ത് കടന്നു പോകുന്നത്. നിങ്ങൾ രണ്ടുപേരും വളരെയധികം സ്നേഹിക്കുന്ന വ്യക്തികളാണ്. പക്ഷേ ഇപ്പോൾ നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുകയാണ്. നിങ്ങൾക്ക് ഒരു രീതിയിലും കോണ്ടാക്ട് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നില്ല. നിങ്ങൾക്ക് ആ വ്യക്തിയെയും ആ വ്യക്തികൾക്ക് നിങ്ങളെയും കോണ്ടാക്ട് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നില്ല. നിങ്ങൾ വളരെയധികം വേദനിക്കുന്നുണ്ട്. നിങ്ങൾ ഒരു കെട്ടിയിട്ടിരിക്കുന്ന അവസ്ഥയിൽ നിൽക്കുകയാണ് നിങ്ങൾ. നിങ്ങൾക്കൊന്നും അവിടെ നിന്ന് മൂവ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നില്ല. സിക്സ് ഓഫ് പെന്റക്കിൾസിന്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ഈ ഒരു ടൈം എന്ന് പറയുന്നത് വളരെയധികം പെയിൻഫുൾ സിറ്റുവേഷൻ ആണ്. നിങ്ങൾ ഒരു പക്ഷേ നിങ്ങളുടെ ഫാമിലി തന്നെ ആയിരിക്കാം ഇതിനകത്തൊരു പ്രോബ്ലം ആയി നിൽക്കുന്നത്. നിങ്ങളും നിങ്ങളുടെ വ്യക്തിയുമായിട്ടുള്ള ആ ഒരു റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ചിലപ്പോൾ നിങ്ങളുടെ ഫാമിലി എതിരായിരുന്നിരിക്കാം. അപ്പോൾ നിങ്ങളുടെ ഫാമിലി ഈ ഒരു കാര്യം അറിഞ്ഞതിന് ശേഷം നിങ്ങളെ ബന്ധിച്ചിരിക്കുന്ന ഒരു അവസ്ഥയാണ്. നിങ്ങൾക്ക് അവിടെ നിന്നും ഒന്നും ചെയ്യാൻ വേണ്ടി സാധിക്കുന്നില്ല. നിങ്ങൾക്ക് ആരോടെങ്കിലും ഒന്ന് മിണ്ടണമെങ്കിലും പെരുമാറണം എന്നുണ്ടെങ്കിലും ഒന്ന് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ പോലും അതിനൊക്കെ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. വളരെ തുച്ഛമായ രീതിയിൽ മാത്രമേ നിങ്ങൾക്ക് ആരോടെങ്കിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കുന്നുള്ളൂ. ഈ ഒരു ടൈം എന്ന് പറയുന്നത് അങ്ങനെയാണ്. കാരണം നിങ്ങളെ എപ്പോഴും നിങ്ങളുടെ കൂടെ ആരെങ്കിലും ഉണ്ടായിരിക്കാം. നിങ്ങൾക്ക് അനങ്ങാൻ വേണ്ടി സാധിക്കുന്നില്ല. ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല. വളരെയധികം നോക്കിയും കണ്ടും മാത്രമേ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യത്തിലേക്ക് ഇറങ്ങാൻ പറ്റുന്നുള്ളൂ. ദ മൂൺ കാർഡാണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ ഉള്ളിൽ വളരെയധികം ഭയം നിലനിൽക്കുന്നു.
നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണെ കോൺടാക്ട് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നില്ല. ആ വ്യക്തിക്ക് നിങ്ങളിലേക്കും വരാൻ സാധിക്കുന്നില്ല. നിങ്ങളുടെ രണ്ടുപേരുടെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് വളരെ വേദന നിറഞ്ഞതും അതുപോലെ തന്നെ എന്തൊക്കെയോ ഒരു ഭയം നിങ്ങൾക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കാണുവാനായിട്ട് അല്ലെങ്കിൽ മിണ്ടുവാനായിട്ട് എന്തൊക്കെയോ ഒരു ഭയം നിൽക്കുകയാണ് നിങ്ങളിൽ. 10 ഓഫ് കപ്സിന്റെ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. വളരെയധികം സന്തോഷത്തോടു കൂടി മുന്നോട്ട് പോയ ഒരു ബന്ധമായിരുന്നു നിങ്ങളുടേത്. പക്ഷേ ഇവിടെ നമുക്ക് കാണുന്നത് തന്നെ ഫാമിലി ഇൻവോൾവ്മെന്റ് ആണ് കൂടുതലായിട്ട് കാണുന്നത്. നിങ്ങളുടെ ഒരു ഫാമിലിയുടെ ഭാഗത്ത് നിന്നുണ്ടായ പ്രവർത്തികളുടെ ഫലമായിട്ട് നിങ്ങൾക്ക് രണ്ടുപേർക്കും സെപ്പറേഷൻ അല്ലെങ്കിൽ സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേജിലേക്ക് പോകേണ്ടതായിട്ട് വന്നു. അതുകൊണ്ട് തന്നെ അവരിപ്പോൾ നിങ്ങളെ കൂടുതലായിട്ട് വാച്ച് ചെയ്യുന്നുള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ആരോടെങ്കിലും മിണ്ടണമെങ്കിലും എവിടെയെങ്കിലും പോകണമെങ്കിലും ഒക്കെ ഒരു റെസ്ട്രിക്ഷൻസ് ഉണ്ട്. നിങ്ങളുടെ ഉള്ളിൽ ഒരു ഭയമാണ് നിൽക്കുന്നത്. നിങ്ങൾക്കൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ വ്യക്തിയെ കോൺടാക്ട് ചെയ്യാൻ സാധിക്കുന്നില്ല. ചിലപ്പോൾ ഒരു പക്ഷെ നിങ്ങൾക്ക് ഫോൺ ചെയ്യാൻ വേണ്ടി പോലും പറ്റുന്നുണ്ടായിരിക്കില്ല. നിങ്ങളുടെ ഫാമിലി നിങ്ങളെ വാച്ച് ചെയ്യുന്നുണ്ടായിരിക്കാം. അപ്പോൾ നിങ്ങൾക്കൊരു പേടിയാണ്. അതുപോലെ തന്നെ ആ വ്യക്തിക്ക് നിങ്ങളെ കോൺടാക്ട് ചെയ്യാനും സാധിക്കുന്നില്ല. അവർക്ക് നിങ്ങളെ വിളിക്കാനോ നിങ്ങളോടൊന്ന് സംസാരിക്കാനോ ഒന്നും അവരെ കൊണ്ടും പറ്റുന്നില്ല. ആ ഒരു സിറ്റുവേഷനിലാണ് നിൽക്കുന്നത്. നിങ്ങൾ വളരെയധികം സന്തോഷത്തോടു കൂടി മുന്നോട്ട് പോയ ഒരു ബന്ധമായിരുന്നു നിങ്ങളുടേത്. ചിലപ്പോൾ നിങ്ങൾ രണ്ടുപേരും രണ്ട് കൾച്ചറിലുള്ള ആൾക്കാരായിരിക്കാം. നിങ്ങൾ രണ്ട് മതത്തിലുള്ള ആൾക്കാരായിരിക്കാം. അതുപോലെ തന്നെ നിങ്ങളുടെ രണ്ടുപേരുടെ ഒരു ഫാമിലി വാല്യൂ എന്ന് പറയുന്നത് ഡിഫറെന്റ് ആയിരിക്കാം. അപ്പൊ അങ്ങനെയുള്ള പ്രശ്നങ്ങളായിരിക്കാം ചിലപ്പോൾ നിങ്ങൾക്കിടയിലുള്ള ഒരു ബ്രേക്കപ്പിന്റെ കാരണം എന്ന് പറയുന്നത്. പക്ഷെ നിങ്ങളുടെ ഉള്ളിൽ വളരെയധികം സ്നേഹം നിലനിൽക്കുന്നുണ്ട്. നിങ്ങളൊരു ഫാമിലി ആയിട്ട് തന്നെ മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിച്ചിരുന്ന വ്യക്തികളാണ്. അപ്രതീക്ഷിതമായിട്ടാണ് നിങ്ങൾക്കിടയിൽ ഇങ്ങനെ ഒരു പ്രശ്നം സംഭവിച്ചിരിക്കുന്നത്. ഡെവിൾ എനർജിയാണ് വന്നിരിക്കുന്നത്. അതായത് നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ഒരു തേർഡ് സിറ്റുവേഷൻ വന്നിട്ടുണ്ട്. ഈ ഒരു തേർഡ് സിറ്റുവേഷൻ എന്ന് പറഞ്ഞ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ ഫാമിലി, നിങ്ങളുടെ റിലേറ്റീവ്സ് ഒക്കെയാണ്. അപ്പോൾ ഇങ്ങനൊരു നെഗറ്റീവ് എനർജി വന്നത് കൊണ്ടാണ് നിങ്ങൾ തമ്മിൽ ഇപ്പൊ ഇങ്ങനെ ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള സ്റ്റേജിലേക്ക് പോകാനുണ്ടായ കാരണം. നിങ്ങൾ തമ്മിൽ വളരെയധികം സ്നേഹത്തോടു കൂടി മുന്നോട്ട് പോയ വ്യക്തികളാണ്. നിങ്ങൾക്കൊരു കണ്ണേറ് പോലുള്ള കാര്യങ്ങൾ പോലും ഇവിടെ കിട്ടിയിട്ടുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. കാരണം അത്രയും സ്നേഹത്തോടു കൂടി പരസ്പരം മനസ്സിലാക്കി മുന്നോട്ട് പോയ വ്യക്തികളാണ് നിങ്ങൾ. ഇവിടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ മൂലം അല്ലെങ്കിൽ ഒരു തേർഡ് സിറ്റുവേഷൻ മൂലമാണ് നിങ്ങൾക്ക് തമ്മിൽ ഒരു ഗ്യാപ്പ് വന്നിരിക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധത്തിൽ ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷൻ വന്നിരിക്കുന്നത്. നിങ്ങൾ രണ്ടുപേരും രണ്ട് രീതിയിലേക്ക് രണ്ട് തലങ്ങളിലേക്ക് ആകാനുള്ള കാരണം ഒരു ഡെവിൾ എനർജിയാണ്. ആ ഡെവിൾ എനർജി ആയിട്ട് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ ഫാമിലി റിലേറ്റീവ്സിനെയൊക്കെയാണ് നമുക്ക് ഇവിടെ കാണുന്നത്. അങ്ങനെയുള്ള വ്യക്തികൾക്കായിരിക്കാം ഇത് കൂടുതലായിട്ട് റെസനേറ്റ് ചെയ്യുന്നത്. 9 ഓഫ് കപ്സിന്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. എന്തൊക്കെ തടസ്സങ്ങൾ ഈ ഒരു ബന്ധത്തിൽ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാലും നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ വളരെ സ്ട്രോങ് ആണ്. നിങ്ങളുടെ ഇന്നർ പീസ് എന്ന് പറയുന്നത് വളരെ സ്ട്രോങ് ആണ്. കാരണം നിങ്ങൾക്ക് അറിയാം ഈ ഒരു ബന്ധത്തിൽ എന്തൊക്കെ സംഭവങ്ങൾ ഉണ്ടായാലും നിങ്ങളുടെ വ്യക്തി ഒരിക്കലും നിങ്ങളെ വിട്ടു പോകില്ല എന്നൊരു വിശ്വാസം നിങ്ങളിൽ ഉണ്ട്. അതുപോലെ തന്നെയാണ് നിങ്ങളുടെ പേഴ്സന്റെ മനസ്സിലും. എന്തൊക്കെ സംഭവിച്ചാലും ആരൊക്കെ ഇതിൽ വന്ന് നിങ്ങളെ സെപ്പറേറ്റ് ആക്കാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ പോലും ഒരിക്കലും നിങ്ങളുടെ ഈ ഒരു ബന്ധം അവസാനിച്ചു പോകുന്നതല്ല. അവർക്ക് വേണ്ടി നിങ്ങളും കാത്തിരിക്കും എന്നൊരു വിശ്വാസം അവരുടെ ഉള്ളിലുണ്ട്. കാരണം അത്ര നന്നായിട്ട് പോയൊരു ബന്ധമാണ് നിങ്ങളുടേത്. നിങ്ങൾ തമ്മിൽ ഒരു ചെറിയ ചെറിയ വഴക്കുകൾ എന്നുള്ളതല്ലാതെ നിങ്ങൾ തമ്മിൽ ഒരു വലിയ പ്രശ്നങ്ങളോ ഒരു മനസ്സിലാക്കാത്ത രീതിയിലുള്ള കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടുപേരും വളരെ അണ്ടർസ്റ്റാൻഡിങ് ആയിട്ടുള്ള ആൾക്കാരായിരുന്നു. അങ്ങനെയാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അങ്ങനെയുള്ള പീപ്പിൾസ് ആയിരുന്നു നിങ്ങൾ. അപ്പൊ നിങ്ങൾക്കിടയിലെ പ്രശ്നം എന്ന് പറയുന്നത് ഈ ഒരു തേർഡ് സിറ്റുവേഷൻ നിങ്ങൾക്കിടയിലേക്ക് വന്നതാണ് നിങ്ങളുടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്. ആ തേർഡ് സിറ്റുവേഷൻ ആയിട്ട് നമുക്കിവിടെ നിങ്ങളുടെ കൾച്ചർ, നിങ്ങളുടെ ഫാമിലി, നിങ്ങളുടെ റിലേറ്റീവ്സ്, നിങ്ങൾ വളർന്നു വന്ന സാഹചര്യം എല്ലാം ഇതിനകത്തൊരു ഇതായിട്ട് പറയുന്നുണ്ട്. ഓക്കെ. 10 ഓഫ് പെന്റക്കിൾസിന്റെ കാർഡാണ് വന്നിരുന്നത്. നമുക്കിവിടെ 10 ഓഫ് കപ്സും വന്നിട്ടുണ്ട്, 10 ഓഫ് പെന്റക്കിൾസും വന്നിട്ടുണ്ട്. നമുക്കിവിടെ കാണുമ്പോൾ തന്നെ അറിയാം ഇത് രണ്ടും ഒരു ഫാമിലി കാർഡാണ്. ഓക്കെ. ഈ ഒരു ടൈമിൽ നിങ്ങളുടെ രണ്ടുപേരുടെ മനസ്സിൽ എന്ന് പറയുന്നത് നിങ്ങൾക്കൊരു ടൈം പാസ് ആയിരുന്നില്ല ഈ ഒരു സ്നേഹബന്ധം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഒരുമിച്ച് ഇത് മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് തന്നെ ആഗ്രഹമുള്ള വ്യക്തികളായിരുന്നു.
പക്ഷെ നിങ്ങളുടെ ഈ ഒരു ബന്ധത്തില് പുറത്തുനിന്ന് നോക്കുന്ന ആൾക്കാർക്ക് വളരെയധികം അസൂയ ജനിപ്പിക്കുന്ന ഒരു ബന്ധമായിരുന്നു നിങ്ങളുടേത്. അവർക്ക് നിങ്ങളെ കാണുമ്പോൾ, നിങ്ങൾ രണ്ടുപേരും കൂടെയുള്ള ഒരു സ്നേഹം കാണുമ്പോൾ നിങ്ങൾ തമ്മിൽ ഒരു പ്രശ്നവും ഇല്ലല്ലോ എന്നൊരു ചിന്തയൊക്കെയായിരുന്നു. അപ്പൊ കണ്ണേറ് പോലുള്ള കാര്യങ്ങൾ, ഒരു കണ്ണ് കിട്ടിയ ഒരു ബന്ധമാണ് നിങ്ങളുടേത്. പക്ഷെ നിങ്ങൾ മനസ്സുകൊണ്ട് ഒന്നിക്കണമെന്ന് തന്നെയാണ് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങളുടെ ബന്ധത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഒരു പേടിക്കുന്ന അവസ്ഥയാണ്. നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നില്ല എന്നാണ് ഇവിടെ കാണുന്നത്. 7 ഓഫ് കപ്സിന്റെ എനർജിയാണ്. നിങ്ങളുടെ പേഴ്സന്റെ മനസ്സിൽ പല രീതിയിലുള്ള ഒരു ചിന്തകളാണ് വരുന്നത്. അവർക്ക് നിങ്ങളുടെ അടുത്തേക്ക് വരണം എന്നുണ്ടെങ്കിലും പല 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 പേടികളാണ് അവർക്കുള്ളത്. അവരൊരു കൺഫ്യൂഷൻ സ്റ്റേജിലാണ് നിൽക്കുന്നത്. എന്താണ് ചെയ്യേണ്ടതെന്ന് അവർ ഭയങ്കരമായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണിത്. കാരണം അവർക്ക് നിങ്ങളെ വിട്ടുകളയാനായിട്ട് സാധിക്കുന്നില്ല. ഏത് രീതിയിൽ നിങ്ങളുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും എന്നുള്ളതിനെ കുറിച്ചിട്ട് അവർ ആഴത്തിൽ ചിന്തിക്കുകയാണ്. ഈ ഒരു സമയത്ത് അവർ വിചാരിച്ചിരിക്കുന്നത് കുറച്ച് സമയം ഇതിനൊരു റെസ്റ്റ് കൊടുക്കാം. ഓക്കെ, അപ്പൊ ചിലപ്പോ നിങ്ങളുടെ കേസിൽ ഇപ്പോ ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി അധികം സമയം ആയി കാണില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ പെട്ടെന്നൊരു ആക്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഇത് കൂടുതലായിട്ട് കോംപ്ലിക്കേറ്റഡ് ആക്കുകയുള്ളൂ. അതുകൊണ്ട് ആ പേഴ്സൺ ചിന്തിച്ചിരിക്കുന്നത് ചെറിയൊരു സമയം ഇതിന് ആവശ്യമാണ്. ഈ പ്രശ്നങ്ങളൊക്കെ ഒന്ന് കെട്ടടങ്ങി ഒന്ന് തണുത്ത് കഴിയുമ്പോൾ എന്തെങ്കിലും ചെയ്യാമെന്നാണ് അവർ ആലോചിക്കുന്നത്. പക്ഷെ അവർ ഇപ്പോഴും നിങ്ങളെ പറ്റിയുള്ള ഓർമ്മകളിലാണ് ഇരിക്കുന്നത്. നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടാണ് അവർ ഓരോ നിമിഷവും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അവർക്ക് ഒരിക്കലും നിങ്ങളെ മറക്കാൻ സാധിക്കില്ല. ചെറിയൊരു ടൈം എടുത്തതിന് ശേഷം എന്തെങ്കിലും ചെയ്യണമെന്നാണ് ആ വ്യക്തികൾ ആഗ്രഹിക്കുന്നത്. 3 ഓഫ് വാണ്ട്സിന്റെ എനർജിയാണ്. നിങ്ങളിലേക്ക് ഉള്ള ഒരു യാത്രയെക്കുറിച്ച് ആ വ്യക്തി മനസ്സിൽ പ്ലാൻ ചെയ്യുകയാണ്. ഇപ്പോഴത്തെ ടൈം എന്ന് പറയുന്നത് കുറച്ച് വിശ്രമിക്കാനുള്ള സമയമാണ് എന്ന് അവർക്കറിയാം. എന്നാൽ അവർ മനസ്സിൽ നിങ്ങളിലേക്ക് എത്തുന്നതിന് എങ്ങനെയാണ് നിങ്ങളിലേക്ക് വരിക, എങ്ങനെയാണ് നിങ്ങളെ ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, എങ്ങനെയാണ് നിങ്ങളോടൊന്ന് സംസാരിക്കുക, നിങ്ങളൊന്ന് കാണുക, ഇതെല്ലാം അവരുടെ മനസ്സിൽ ഇങ്ങനെ നിറഞ്ഞ് ചിന്തകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. അവർ അതേക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടേയിരിക്കുകയാണ്. എങ്ങനെ നിങ്ങളിലേക്ക് എത്തും എന്നുള്ള ഒരു ചിന്തയിലാണ് അവരിപ്പോ മുന്നോട്ട് പോകുന്നത്. 2 കാർഡ് ഇവിടെ വന്നിട്ടുണ്ട്. നൈറ്റ് ഓഫ് പെന്റക്കിൾസും 2 ഓഫ് വാണ്ട്സും വന്നിട്ടുണ്ട്. അവരുടെ യാത്രയിൽ അവർ വിജയിക്കണം എന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. ഈ ഒരു യാത്രയിൽ അവർ വിജയിക്കുമെന്നുള്ള പൂർണ്ണ വിശ്വാസം അവർക്കുണ്ട്. കാരണം എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെന്ന വ്യക്തി ആ വ്യക്തിനെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. ഒരിക്കലും നിങ്ങൾ അവരെ ഉപേക്ഷിക്കില്ല എന്നുള്ള ഒരു വിശ്വാസം അവരിലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവർ പൂർണ്ണമായും വിശ്വസിക്കുന്നത് ഈ ഒരു യാത്രയിൽ അവർ വിജയിക്കുമെന്ന്. അതിനു വേണ്ടിയിട്ട് അവർ ചിന്തിക്കുന്നുണ്ട്. ആ ഒരു യാത്രയെ കുറിച്ച് അല്ലെങ്കിൽ നിങ്ങളിലേക്ക് എത്തുന്നതിനെ കുറിച്ചിട്ടുള്ള ചിന്തയിലാണ് അവർ നിങ്ങളെ തന്നെയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഏതെങ്കിലുമൊക്കെ രീതിയിൽ നിങ്ങളെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയണമെന്ന് അവർക്ക് ആഗ്രഹമുണ്ട്. അതിന് വേണ്ടിയിട്ട് അവർ ട്രൈ ചെയ്യുന്നുണ്ട്. നൈറ്റ് ഓഫ് വാണ്ട്സിന്റെ എനർജിയാണ്. ഈ ഒരു യാത്രയിൽ അവരുടെ ഉദ്ദേശം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ബന്ധത്തിന്റെ കാര്യത്തിൽ ആ ഒരു പേഴ്സന്റെ ഇന്റൻഷൻ എന്ന് പറയുന്നത് നിങ്ങളെ സ്വന്തമാക്കുക എന്നുള്ളത് തന്നെയാണ്. അതും വെറുതെ ഒരു സ്വന്തമാക്കലല്ല, നിങ്ങളുമായിട്ടൊരു ലൈഫ്, ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ലൈഫ് മുന്നോട്ട് വേണം. അത് തന്നെയാണ് അവർ ചിന്തിക്കുന്നത്. നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ ആ പേഴ്സന്റെ മുഖത്ത് ഒരു പുഞ്ചിരിയാണ് വരുന്നത്. കാരണം നിങ്ങളെന്ന വ്യക്തി ആ പേഴ്സണെ ഒരുപാട് മനസ്സിലാക്കുന്നവരാണെന്ന് അവർക്ക് നല്ലപോലെ അറിയാം. അതുകൊണ്ട് തന്നെയാണ് അവർക്ക് നിങ്ങളെ ഒരിക്കലും ഉപേക്ഷിക്കാനായിട്ട് സാധിക്കില്ല. നിങ്ങൾ തമ്മിലുള്ളത് എന്ന് പറയുന്നത് ഒരു ഡിവൈൻ കണക്ഷൻ ആണ്. ചിലപ്പോൾ നിങ്ങളുടെ ബന്ധം എന്ന് പറയുന്നത് ഒരു എക്സ്ട്രാ മെറിറ്റൽ റിലേഷൻഷിപ്പും ആയിരിക്കാം. പക്ഷെ എന്ത് തന്നെ ആണെങ്കിലും നിങ്ങളുടെ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഒരു ഡിവൈൻ കണക്ഷൻ ആണ്. അത്രത്തോളം മനസ്സിലാക്കിയ പേഴ്സൺ ആണ് നിങ്ങൾ, അങ്ങോട്ടും ഇങ്ങോട്ടും.
നയൻ ഓഫ് സോഴ്സ് ആണ് വന്നിരിക്കുന്നത്. അവർ വളരെയധികം ഓവർ തിങ്ക് ചെയ്യുകയാണ്. അവർക്ക് പേടിയുണ്ട്. നിങ്ങളെപ്പോലെ തന്നെ ആ വ്യക്തിക്ക് ഉള്ളിലും വളരെയധികം ഭയമുണ്ട്. ആ ഭയം എന്ന് പറയുന്നത് നിങ്ങൾ അവരെ വിട്ടിട്ട് പോകുമോ എന്നുള്ളൊരു ഭയമല്ല. ഇങ്ങനെ ഒരു സെപ്പറേഷൻ സ്റ്റേജിൽ നിൽക്കുന്നത് കൊണ്ടിട്ട് അവർ ഭയക്കുന്നതും അവർ വേദനിക്കുന്നതും നിങ്ങളെക്കുറിച്ച് ഓർത്താണ്. കാരണം ഇവർ വേദനിക്കുന്നത് പോലെ തന്നെ അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ നിങ്ങൾ ഇപ്പോൾ വേദനിക്കുന്നുണ്ടെന്ന് അവർക്ക് നല്ലപോലെ അറിയാം. അപ്പൊ അതുകൊണ്ട് നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ ആ വ്യക്തി ഒരുപാട് ഓവർ തിങ്ക് ചെയ്യുന്നു. നിങ്ങളിപ്പോ എന്ത് സിറ്റുവേഷനിലായിരിക്കും, നിങ്ങളുടെ മനസ്സിൽ ഇപ്പൊ എന്തായിരിക്കും, നിങ്ങളോടൊന്നും മിണ്ടാൻ പോലും സാധിക്കുന്നില്ലല്ലോ, എന്താണ് ഇനി ചെയ്യേണ്ടത്, അങ്ങനെ അവർ കാട് കയറി ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണിത്. വളരെ പെയിൻഫുൾ ആയിട്ടുള്ള സിറ്റുവേഷനിലൂടെയാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പൊ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ടവർ കാർഡാണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ ബന്ധത്തില് അപ്രതീക്ഷിതമായിട്ടാണ് ഈ ഒരു തിരിച്ചടി നിങ്ങൾക്ക് നേരിടേണ്ടതായിട്ട് വന്നത്. അതായത് നല്ല രീതിക്ക് പോയിക്കൊണ്ടിരുന്ന ഒരു റിലേഷൻഷിപ്പ് ആയിരുന്നു നിങ്ങളുടേത്. ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞിരുന്നു, നല്ല രീതിക്ക് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു ബന്ധമായിരുന്നു നിങ്ങളുടേത്. അങ്ങനെ നിങ്ങളുടെ ബന്ധം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അപ്രതീക്ഷിതമായിട്ട് ഒരു തിരിച്ചടിയാണ് നിങ്ങളുടെ ലൈഫിൽ കിട്ടിയത്. ഒരു പ്രശ്നം നിങ്ങൾക്ക് നേരിടേണ്ടതായിട്ട് വന്നു. നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്തുള്ള പ്രശ്നമായി പോയത്. നിങ്ങൾ ഒന്നിച്ച് ജീവിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്ത് നിങ്ങൾ മുന്നോട്ട് പോവുകയായിരുന്നു. പക്ഷെ അങ്ങനെ ഇരുന്ന സിറ്റുവേഷനിൽ ആരൊക്കെയോ നിങ്ങളെ ഒറ്റുകൊടുത്തു. നിങ്ങളുടെ ഈ ഒരു ബന്ധത്തിനെ ആരൊക്കെയോ ഒറ്റുകൊടുത്തു. നിങ്ങളുടെ ഒരു ബന്ധത്തിൽ അസൂയുള്ള ആളുകളായിരിക്കാം. ആരൊക്കെയോ ഒറ്റുകൊടുത്തതിന്റെ ഭാഗമായിട്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പ്രശ്നം വന്നതും നിങ്ങളുടെ ബന്ധം പെട്ടെന്നൊരു ബ്രേക്കപ്പ് സിറ്റുവേഷനിലേക്ക് പോകാനും ഉണ്ടായ കാരണം എന്ന് പറയുന്നത്. ത്രീ ഓഫ് പെന്റക്കിൾസ് ആണ് നമുക്കിവിടെ വന്നിരിക്കുന്നത്. ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ അത് ആരൊക്കെയാണെന്നുള്ളത് മനസ്സിലാക്കി അവരത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് തിരിച്ചറിയാൻ സാധിച്ചു എവിടെ നിന്നാണ് നിങ്ങൾക്ക് ഈ ഒരു പ്രശ്നം നേരിടേണ്ടി വന്നത്, ആരൊക്കെയാണ് നിങ്ങൾക്ക് ഒറ്റുകൊടുത്തത്. ഇപ്പൊ ഒരു ഫാമിലിയിലേക്ക് ഈ ഒരു പ്രശ്നം എത്തണം എന്നുണ്ടെങ്കിൽ ആരെങ്കിലും ഒരാൾ ഒറ്റുകൊടുക്കണമല്ലോ. അത് ആരൊക്കെയാണെന്നുള്ളത് അവർക്ക് മനസ്സിലായി. അതുപോലെ കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ കാര്യങ്ങളെ ഇനി എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളതും ആ വ്യക്തി ഇപ്പോൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു വിശ്രമാവസ്ഥയിൽ അവർ പല കാര്യങ്ങളും പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ഒരു റിലേഷൻഷിപ്പിനെ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഇനി എന്തൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കി പ്രിപ്പയർ ആയി മുന്നോട്ട് ഇറങ്ങണം എന്നുള്ള ചിന്തയിലാണ് അവർ. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. സെവൻ ഓഫ് സോഴ്സിന്റെ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഈ ഒരു സമയത്ത് അവർ ചിന്തിക്കുന്നത് എന്ത് റിസ്ക് എടുത്തിട്ടാണെങ്കിലും എന്ത് കാര്യം ചെയ്തിട്ടാണെങ്കിലും നിങ്ങളിലേക്ക് വരണം, അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അതിന് എന്ത് റിസ്ക് എടുക്കാൻ അവർ തയ്യാറാണ്. ഏത് രീതിയിൽ ആണെങ്കിലും കുഴപ്പമില്ല, നല്ലൊരു കാര്യത്തിന് വേണ്ടി ആയതുകൊണ്ട് തന്നെ എന്ത് ചെയ്തിട്ടാണെങ്കിലും നിങ്ങളിലേക്ക് വരണമെന്ന് ആ പേഴ്സൺ ആലോചിക്കുകയാണ്. അതിനുവേണ്ടി ഹൈ റിസ്ക് എടുക്കാനാണ് അവർ തയ്യാറാവുന്നത്. കാരണം ആ വ്യക്തികൾ അത്രത്തോളം നിങ്ങളെ ആഗ്രഹിക്കുന്നു, അത്രയേറെ നിങ്ങളെ സ്നേഹിക്കുന്നു. നിങ്ങളെ വിട്ടുപോകാൻ അവരെ കൊണ്ട് സാധിക്കുന്നില്ല. അവരുടെ മനസ്സിൽ മുഴുവനും നിങ്ങളാണ്. ഈ ഒരു മാറി നിൽക്കുന്ന സമയത്താണ് അവർ ഏറ്റവും കൂടുതൽ നിങ്ങളെ മിസ് ചെയ്യുന്നത്. കാരണം നിങ്ങൾ ഉണ്ടായിരുന്ന സമയത്തും അങ്ങനെ തന്നെയാണ്. പക്ഷെ ഈ ഒരു ടൈമിൽ അവർക്ക് ഈ ഒരു സെപ്പറേഷൻ സ്റ്റേജ് എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം ഒരു മരണതുല്യമാണ്. എംപ്രസ് കാർഡ് ആണ് ഇവിടെ വന്നിരിക്കുന്നത്. ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞിരുന്നു, നിങ്ങളുടെ ബന്ധം എന്ന് പറയുന്നത് ഒരു ഡിവൈൻ കണക്ഷൻ ആയിട്ടുള്ള ബന്ധമാണ്. ഈ ഒരു കാർഡ് നമുക്ക് കാണിച്ചു തരുന്നത് നിങ്ങളുടെ ഈ ഒരു ബന്ധം ഒരിക്കലും അവസാനിക്കുകയില്ല. നിങ്ങൾ പേടിക്കുന്നത് പോലെ നിങ്ങളുടെ ബന്ധം ഒരിക്കലും ഒരു പൂർണ്ണമായി അവസാനിച്ചു പോകുന്ന ബന്ധമല്ല. നിങ്ങൾക്ക് പ്രപഞ്ചത്തിന്റെ, യൂണിവേഴ്സിന്റെ സപ്പോർട്ട് ഉള്ള ഒരു ബന്ധമാണ്. നിങ്ങൾ എത്രയും വേഗം ഒന്നാവുക തന്നെ ചെയ്യും. നിങ്ങളുടെ ആഗ്രഹം പോലെ തന്നെ കാര്യങ്ങൾ സംഭവിക്കും. ഈ ഒരു ടൈമിൽ നിങ്ങൾ ഇതെല്ലാം അനുഭവിക്കുക എന്നുള്ളത് ഡിവൈന്റെ തീരുമാനമാണ്. പക്ഷെ നിങ്ങളുടെ ബന്ധം എന്ന് പറയുന്നത് ഒരു യൂണിവേഴ്സൽ സപ്പോർട്ട് ഉള്ളതാണ്, ഡിവൈൻ കണക്ഷൻ ഉള്ളതാണ്. നിങ്ങൾ ഒന്നിക്കേണ്ട ആളുകൾ തന്നെ ആയിരുന്നു എന്നാണ് ഈ ഒരു സമയത്ത് ഈ ഒരു കാർഡ് നമുക്ക് കാണിച്ചു തരുന്നത്. ക്യൂൻ ഓഫ് വാൻസ് ആണ് ഇവിടെ വന്നിരിക്കുന്നത്. നിങ്ങൾ വളരെ സന്തോഷിക്കുന്ന ഒരു സിറ്റുവേഷനിലേക്ക് വരാൻ പോകുന്നു. നിങ്ങൾക്ക് ആ ഒരു
പേഴ്സന്റെ ഭാഗത്ത് നിന്നും എത്രയും വേഗം തന്നെ ഒരു കമ്മ്യൂണിക്കേഷൻ ലഭിക്കും. ഒരു മെസ്സേജ്, ഒരു കോള്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫ്രണ്ട്സ് വഴി ഒരു സന്ദേശം, എന്താണെങ്കിലും ആ ഒരു വ്യക്തി ഇവിടെ റിസ്ക് എടുക്കാൻ തയ്യാറാകുന്നുണ്ട്. അവർ ഏത് വഴിയിലൂടെയാണെങ്കിലും ഒരു റിസ്ക് എടുക്കാൻ തയ്യാറാകുന്നുണ്ട്. കാരണം നിങ്ങളുമായിട്ടൊന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്ന് അവർ വളരെയധികം ആഗ്രഹിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എത്രയും വേഗം നിങ്ങളിലേക്ക് ഒരു സന്ദേശം എത്തുന്നതാണ്. ഗുഡ്. നമുക്ക് വന്നിരിക്കുന്നത് ലവേഴ്സ് കാർഡ് തന്നെയാണ് നമുക്ക് ലാസ്റ്റ് വന്നിരിക്കുന്നത്. അതായത് ഇതിലിപ്പോ ഞാൻ പ്രത്യേകിച്ച് ഒന്നും തന്നെ പറയേണ്ടതില്ല. ഈ ഒരു ലവേഴ്സ് കാർഡ് എന്നുള്ള കാർഡ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ എത്രമാത്രം സ്നേഹിക്കുന്നു എന്ന്, അവരെന്തോ മാത്രം നിങ്ങളെ ആഗ്രഹിക്കുന്നു എന്നുള്ളത്. അവർ ആഗ്രഹിക്കുന്നത് നിങ്ങളെ എത്രയും വേഗം സ്വന്തമാക്കണം എന്ന് തന്നെയാണ്. നിങ്ങളിലേക്കൊരു മടങ്ങിവരവ്, അത് എന്ത് റിസ്ക് എടുത്തിട്ടും, അത്രയേറെ നിങ്ങളെ സ്നേഹിക്കുന്ന വ്യക്തികൾ ആയതുകൊണ്ട് തന്നെയാണ് അവരൊരു ഹൈ റിസ്കിന് തയ്യാറാകുന്നത്. എന്ത് റിസ്ക് എടുത്തിട്ടും അവർ നിങ്ങളിലേക്ക് എത്താനുള്ള ഒരു പരിശ്രമത്തിലാണ്. നിങ്ങൾ ഈ ഒരു ചെറിയ ടൈം അവർക്ക് കൊടുക്കണം. കാരണം എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു വലിയ പ്രശ്നം കഴിഞ്ഞ് നിൽക്കുന്നത് കൊണ്ട് തന്നെ ഒരു ചെറിയ ടൈമിന്റെ ആവശ്യം ഇവിടെ ഉണ്ടെന്ന് അവർ മനസ്സിലാക്കുന്നുണ്ട്. പക്ഷെ നിങ്ങളുടെ ബന്ധം എന്ന് പറയുന്നത് ഡിവൈൻ കണക്ഷൻ ഉള്ള ഒരു ബന്ധമായിട്ടാണ് ഇവിടെ കാണുന്നത്. എംപ്രസ് കാർഡ് വന്നത് കൊണ്ട് തന്നെ നിങ്ങളുടെ ബന്ധം എന്ന് പറയുന്നത് ഒരു ഡിവൈൻ കണക്ഷൻ ഉള്ള ബന്ധമാണ്. നിങ്ങളിലേക്ക് എത്രയും വേഗം ആ ഒരു വ്യക്തികളിൽ നിന്നും ഒരു സന്ദേശം, ഒരു കമ്മ്യൂണിക്കേഷൻ എത്താനുള്ള സാധ്യത കൂടുതലാണ്. ഓക്കെ, നമുക്ക് ബോട്ടം ഓഫ് ദ ഡെക്ക് വന്നിരിക്കുന്നത് ദ ഹെർമിറ്റ് കാർഡ് ആണ്. ഈ ഒരു സമയത്ത് ആ പേഴ്സൺ അവരിലേക്ക് തന്നെ നോക്കി ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അതായത് അവർ ചിന്തിക്കുന്നത് നിങ്ങളുടെ ബന്ധത്തില് എന്തൊക്കെ പ്രശ്നങ്ങളാണ് സംഭവിച്ചത്, ഇങ്ങനെ ഒരു പ്രശ്നം വരാനുള്ള കാരണം എന്താണ്, ആരാണ് നിങ്ങളെ ചതിച്ചത്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആ പേഴ്സൺ ഇപ്പോൾ മനസ്സിലാക്കുന്നുണ്ട്. നിങ്ങൾക്കൊരു ഡെവിൾ എനർജി വന്നത് കൊണ്ട് തന്നെ ഈ ഒരു ഫാമിലി ഇൻവോൾവ്മെന്റ് ഇതിനകത്ത് വന്നിട്ടുണ്ട് എങ്കിൽ അത് ആരാണ് അവർ ഈ ഒരു പ്രശ്നം സൃഷ്ടിക്കാൻ വേണ്ടി നിങ്ങൾ ഒറ്റുകൊടുത്തത്, ഈ ഒരു കാര്യങ്ങൾ നിങ്ങളുടെ ഒരു ബന്ധത്തിൽ ആരൊക്കെയായിരുന്നു ശത്രുക്കൾ എന്നുള്ള കാര്യങ്ങളെല്ലാം ആ ഒരു പേഴ്സൺ ഈ ഒരു സമയത്ത് മനസ്സിലാക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവർ ചിന്തിക്കുന്നത് ഈ ഒരു ബന്ധത്തിനെ ഇനി എങ്ങനെ നല്ല രീതിക്ക് മുന്നോട്ട് കൊണ്ടുപോകാം, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ഇതിനെല്ലാം കുറിച്ച് അവർ ഈ ഒരു സമയത്ത് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് ഈ ഒരു റെസ്റ്റ് എടുക്കുന്ന സമയത്ത് അവർ പല കാര്യങ്ങളും പ്ലാൻ ചെയ്യുന്നു. അവരൊരു ഹൈ റിസ്ക് എടുക്കാൻ തയ്യാറാകുന്നു നിങ്ങളുടെ കാര്യത്തിൽ. ഓക്കെ, നമുക്ക് ഈ ഒരു സമയത്ത് ഏഞ്ചൽസിന്, നിങ്ങൾ ഈ വേദനിച്ചിരിക്കുന്ന ഒരു അവസ്ഥയിൽ ഏഞ്ചൽസിന് നിങ്ങളുടെ അടുത്ത് പറയാനുള്ള മെസ്സേജസ് എന്താണെന്ന് കൂടെ നോക്കാം. റിമെയിൻ പോസിറ്റീവ് എന്നാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ ഇതുവരെ പോസിറ്റീവ് ആയിട്ടല്ലേ ഇരുന്നത്. ഇവിടെ നമുക്ക് വന്നിരുന്നത് 9 ഓഫ് കപ്സ് ആണ്. കാരണം നിങ്ങളുടെ ഉള്ളിൽ നല്ലൊരു വിശ്വാസമുണ്ട് നിങ്ങളുടെ പേഴ്സൺ ഒരിക്കലും നിങ്ങളെ ഉപേക്ഷിച്ച് പോവില്ല എന്നുള്ളത്. അപ്പൊ ആ ഒരു പോസിറ്റീവ് എനർജിയോട് കൂടെ തന്നെ നിങ്ങൾ മുന്നോട്ട് തന്നെ പോകൂ. കാരണം നിങ്ങൾക്ക് വിഷമിക്കേണ്ടതായിട്ട് ഒരു സാഹചര്യം വരില്ല. കാരണം നിങ്ങൾക്ക് എത്രയും വേഗം അവരിൽ നിന്ന് ഒരു കമ്മ്യൂണിക്കേഷൻ ലഭിക്കും. ഈ ഒരു സാഹചര്യം എന്ന് പറയുന്നത് ഒരു ബ്രേക്ക് എടുക്കേണ്ട ടൈം ആണ്. കാരണം ഇങ്ങനെ ഒരു പ്രശ്നം വന്നതുകൊണ്ട് തന്നെ ഇപ്പൊ തന്നെ ഒരു ആക്ഷൻ എടുക്കാൻ വേണ്ടി പറ്റില്ല. അത് കൂടുതലായിട്ട് ഒരു സിറ്റുവേഷനെ കോംപ്ലിക്കേറ്റഡ് ആക്കുകയുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ പോസിറ്റീവ് ആയിട്ട് തന്നെ തിങ്ക് ചെയ്തിരിക്കൂ. നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എത്രയും വേഗം നിങ്ങളുടെ ആഗ്രഹം നടക്കും എന്ന് തന്നെയാണ് നമുക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നത്. ചൂസ് എ ന്യൂ ഡയറക്ഷൻ എന്നാണ് വന്നിരിക്കുന്നത്. അതായത് നിങ്ങൾ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന ആ ഒരു പാത്തിൽ നിന്നും നിങ്ങൾ മറ്റൊരു വഴിയിലൂടെ സഞ്ചരിക്കൂ എന്നാ പറയുന്നത്. ഒരു പുതിയ ഡയറക്ഷൻ കണ്ടെത്തൂ എന്നാ പറയുന്നത്. കാരണം നിങ്ങൾ ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്ന രീതിക്ക് പോയപ്പോഴാണല്ലോ പ്രശ്നങ്ങൾ ഉണ്ടായത്. അപ്പൊ നിങ്ങൾ കുറച്ചുകൂടെ കെയർ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നിങ്ങളൊന്ന് പ്ലാൻ ചെയ്ത് നല്ലൊരു ഡയറക്ഷൻ കണ്ടെത്തൂ എന്നാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങൾ എല്ലാവരുടെ അടുത്തും നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് ചിലപ്പോൾ പറയുന്ന വ്യക്തികളായിരിക്കാം. കേട്ടു നിൽക്കുന്ന എല്ലാവർക്കും ചിലപ്പോൾ അസൂയ ജനിപ്പിക്കുന്ന ഒരു ബന്ധമായിരുന്നിരിക്കും നിങ്ങളുടേത്. അപ്പോൾ അങ്ങനെ എല്ലാവരോടും നിങ്ങൾ എല്ലാം വളരെ തുറന്നു പറയാതിരിക്കുക. ഓക്കെ, ഇതുവരെ ഉണ്ടായിരുന്ന ആ ഒരു രീതികളിൽ നിന്നും ഒരു ചെറിയ മാറ്റം വരുത്തി നോക്കൂ. ചൂസ് എ ന്യൂ ഡയറക്ഷൻ അതുകൊണ്ടാണ് ഉദ്ദേശിക്കുന്നത്. ഹെൽപ്ഫുൾ പീപ്പിൾ, നിങ്ങൾക്ക് ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുള്ളത് ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞു. നിങ്ങളിലേക്ക് ഒരു സന്ദേശം ഉടനെ വരും, അതിനു വേണ്ടി അവർ റിസ്ക് എടുക്കാൻ തയ്യാറാവുകയാണ് എന്ന് ഞാനിവിടെ പറഞ്ഞിരുന്നു. അപ്പോൾ തന്നെ നമുക്ക് വന്നിരിക്കുന്ന മെസ്സേജ് എന്ന് പറയുന്നത് ഹെൽപ്ഫുൾ പീപ്പിൾ എന്നാണ്.
നിങ്ങളുടെ ഈ ഒരു ബന്ധത്തിൽ, നിങ്ങൾ ഈ ഒരു മാറി നിൽക്കുന്ന സമയത്ത് നിങ്ങളെ ഒന്നിപ്പിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് തമ്മിൽ പരസ്പരം ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ള പീപ്പിൾസ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു. അത് ഏതെങ്കിലും രൂപത്തിൽ, ഏതെങ്കിലും ഭാവത്തിലോ ഒക്കെ ആയിരിക്കാം. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് തമ്മിലുള്ള ഒരു കണക്ഷൻ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ആളുകൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഉടനെ തന്നെ കടന്നു വരും എന്നാണ് നമുക്കിവിടെ ഏഞ്ചൽസ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിംഗ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഈ റീഡിംഗ് എത്ര പേർക്ക് റെസനേറ്റ് ആയി എന്നുള്ളത് നിങ്ങളൊന്ന് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തണേ. അപ്പോൾ നമുക്ക് നാളെ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ഒരുപാട് നന്ദി.